ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി. വയനാട് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ് ഇക്കോ ടൂറിസം ജീവനക്കാരൻ മരിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പാക്കം സ്വദേശി പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മാനന്തവാടി ആശുപത്രിയിൽ നിന്ന് വേണ്ട ചികിത്സ കിട്ടിയില്ലെന്ന് പോളിന്റെ മകൾ സോന പറഞ്ഞു. ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളില്ലായിരുന്നു. പിതാവിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ വൈകി. മന്ത്രിമാരാണെങ്കിൽ മതിയായ ചികിത്സ കിട്ടുമായിരുന്നുവെന്നും സോന പറഞ്ഞു. എപ്പോഴാളവിടെ എത്തിയെന്നും എപ്പോഴവർ ചികിത്സ തുടങ്ങിയെന്നും എപ്പോഴവർ കോഴിക്കോട്ടേക്ക് വിട്ടതെന്ന് ചോദിക്കണം. 1:05 ആ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത്. ഒരാളെയും കാണിക്കത്തുമില്ല. ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ അവിടെ കൊടുക്കരുത്, അവിടെ നിർത്തരുത്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം. എന്തിനാ ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്രയും നേരം എൻ്റെ പപ്പ ജീവിച്ചില്ലേ? 2 മണി വരെയുണ്ട്. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പം മരിക്കുമോ? ഒരു ഉത്തരവാദിത്തം വേണം. അവരുടെ സ്വന്തം ആൾക്കാരാണെങ്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ. ഉദാഹരണത്തിന് മിനിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലോ, മിനിറ്റിന് അവർ വേണ്ട ഇവിടെ കിട്ടാത്ത, ഇന്ത്യയിൽ കിട്ടാത്ത ട്രീറ്റ്മെൻറ്റ് അവർ അവിടെ എത്തിച്ചു കൊടുക്കുമല്ലോ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF-ഉം LDF-ഉം BJP-യും നാളെ വയനാട്ടിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. മരിച്ച പോളിന് ചികിത്സ ഉറപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ആ കുടുംബത്തിന് വലിയ ക്ഷീണമാണ്, വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്തെങ്കിലും വീഴ്ചയുണ്ടായി വന്നിട്ടുണ്ടോ എന്നത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിന് യാതൊരു പ്രയാസവും ഈ ഗവൺമെൻറ്റിനില്ല. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദി വരെ കണ്ടെത്തി മതിയായ ശിക്ഷ നൽകുന്നതാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ മാനന്തവാടി ഭാഗത്തുണ്ടായിട്ടുള്ള കാട്ടാനകളെ തുരത്തി പിടികൂടുന്നതിനുള്ള കാര്യത്തിലായിപ്പോയി. കാരണം നമ്മുടെ 200-ലധികം ഉദ്യോഗസ്ഥന്മാരാണ് ആ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഇന്ന് രാവിലെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ പരുക്ക് ഗുരുതരമല്ല എന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷെ പിന്നീടാണ് എത്രത്തോളം ഗൗരവത്തിലുള്ളതാണ് പരുക്ക് എന്നുള്ളതിൻ്റെയൊക്കെ വിവരങ്ങൾ വന്നത്. 3 മണിക്ക് ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ അതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നത് മകൾ നമ്മളോട് പറയുകയും ചെയ്യുന്നു. ഗുരുതരമായ ആരോപണം മകളുടെ ഭാഗത്തുനിന്ന് വരുന്നു. വിവരങ്ങൾ. അനുജ, ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കുറുവ ദ്വീപിലേക്ക് പോകുന്ന വഴി, ആ വഴിയിൽ കർണാടക മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ എത്തുന്നത് ആ മേഖലയാണ്, ആ റോഡിലൂടെയാണ്. ആ റോഡിലാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനിടയിലാണ് താൽക്കാലിക ജീവനക്കാരനാണ്, ഈ കുറുവ ദ്വീപിലെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ താൽക്കാലിക ജീവനക്കാരനാണ് ഇപ്പോൾ. അദ്ദേഹം എത്തുന്ന വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയായിരുന്നു. ഇതിനിടയിലാണ് 5 ആനകൾ പരിസരത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഒരാന വന്ന് ഇദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. പുറമേ പരിക്കുകളൊന്നും കണ്ടിരുന്നില്ല. ഇതാണ് ആദ്യഘട്ടത്തിൽ വലിയ പരിക്കുകളില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ പിന്നീട് നടത്തിയ വിശദ പരിശോധനയിലാണ് പരിക്ക് ഗുരുതരമാണെന്നും വാരിയല് തകർന്നിട്ടുണ്ടെന്നും മാത്രമല്ല നട്ടലിന് ക്ഷതമേറ്റിട്ടുണ്ടെന്നും ആന്തരിക രക്തസ്രാവം ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആദ്യഘട്ടത്തിൽ കോയമ്പത്തൂരിൽ നിന്നും ഈ ഹെലികോപ്റ്റർ എത്തിച്ച് അവിടെ നിന്ന് മാറ്റാനുള്ള നീക്കമാണ് ഉണ്ടായത്. ഹെലികോപ്റ്റർ എത്താൻ വൈകി. ഇതേ തുടർന്ന് പിന്നീട് ഹെലികോപ്റ്റർ എത്താൻ വൈകിയതിനെ തുടർന്നാണ് വേഗത്തിൽ തന്നെ ഈ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയത്. പരമാവധി വേഗത്തിൽ തന്നെ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഇതിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മകൾ സോന ഉന്നയിക്കുന്നത്. ആ കുട്ടിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടേക്ക് എത്തുകയും കുട്ടിയുടെ പ്രതികരണം എടുക്കുകയും ചെയ്തത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സോന, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ പ്രതികരണം ഇപ്രകാരമാണ്: ഈ ആശുപത്രിയിൽ നിന്ന്, അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് വേണ്ടത്ര ചികിത്സ ലഭ്യമാക്കിയില്ല. മാത്രമല്ല ഈ കോഴിക്കോടേക്ക് എത്തിക്കാൻ, ഈ കുട്ടിയെ എത്തിക്കാൻ വൈകി. വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനുള്ള സൗകര്യങ്ങളിൽ പിന്നെ എന്തിനാണ് ആശുപത്രി എന്ന് വിളിക്കുന്നത് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ കുട്ടി ഉന്നയിക്കുന്നുണ്ട്. ഈ അജീഷിൻ്റെ മകൾ കഴിഞ്ഞ ദിവസം, അതായത് കൃത്യം 7 ദിവസം മുമ്പ് മരിച്ച അജീഷിൻ്റെ മകൾ ഒരാൾക്കും ഈ ഗതി വരരുത് എന്ന് പറഞ്ഞു. പക്ഷേ തനിക്ക് ആ ഗതി വന്നിരിക്കുകയാണ്. എനിക്ക് തൻ്റെ അച്ഛനെ നഷ്ടമായി, ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുതെന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. സൗകര്യങ്ങളുള്ള ആശുപത്രി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛൻ രക്ഷപ്പെടുമായിരുന്നു. ഈ മന്ത്രിമാരുൾപ്പെടെയുള്ളവരാണെങ്കിൽ ഈ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ചികിത്സയും കടന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചികിത്സ പോലും ലഭ്യമാക്കുമല്ലോ. ഇതൊരു സാധാരണ മനുഷ്യനായതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത് എന്നുള്ള
ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം പോലും അറിയുന്നത്. കൃത്യമായ രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ താനുമായും അമ്മയുമായും ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടായിട്ടില്ല, ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുൾപ്പെടെയുള്ള വീഴ്ചകൾ ഈ പെൺകുട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറെ വൈകിയാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. ഈ ശസ്ത്രക്രിയ നൽകുമെന്നും ഇവിടെ പറഞ്ഞെങ്കിലും ഇവിടെ ശസ്ത്രക്രിയ നൽകാൻ വേണ്ടി തയ്യാറായില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു സൗകര്യവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ ആശുപത്രി എന്ന് വിളിക്കുന്നത് എന്നുൾപ്പെടെ. നേരത്തെ മന്ത്രി ഇങ്ങനെ ഒരു ആരോപണമൊക്കെ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നതിന് മുൻപ് തന്നെ സുർജിത്ത് മന്ത്രി പറഞ്ഞിരുന്നു വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നുള്ളത്. ആ തരത്തിലേക്ക് അപ്പോൾ ഈ കാര്യം കൂടി മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വരുമെന്നും അതിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഏതൊക്കെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്നുൾപ്പെടെയുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളെ UDF-ഉം LDF-ഉം BJP-യും ഒരുപോലെ ഈ ജില്ലയിൽ ഹർത്താൽ ആചരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ മരണം കാട്ടാന ചവിട്ടി രണ്ടാമത്തെ മരണം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ വേദന ഉള്ള ഒരു സംഭവമാണ്. വയനാടിനെ സംബന്ധിച്ച് ജീവിത സാഹചര്യം ദുസ്സഹമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ദൈനംദിനം, അതായത് ഈ നേരത്തെ ഇടയ്ക്കിടെയാണ് ഇത്തരം വന്യജീവി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വന്യജീവി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വാഗേരിയിലെ പ്രജീഷ് എന്ന ക്ഷീരകർഷകനെ കടുവ കൊലപ്പെടുത്തിയതിൻ്റെ പിന്നാലെ അന്നു മുതൽ തുടങ്ങിയതാണ് ഇത്തരത്തിൽ നിരന്തരം ഈ വന്യമൃഗ ശല്യം കടുവയായും കാട്ടുപോത്തായും പുലിയായും ആനയായും പന്നിയായും എല്ലാം തന്നെ തുടരുന്നത്. എന്തായാലും ഇത് വലിയ ഒരു ദുരവസ്ഥ തന്നെയാണ്. ഇതിന് കൃത്യമായ രീതിയിലുള്ള നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ വയനാട് കത്തിക്കണം എന്ന തരത്തിലേക്ക് ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നു. അതിലാണോ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഈ ശബ്ദ സന്ദേശത്തിന്റെ ഉറവിടം ഏതാണ് എന്നതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? എന്തായാലും ഈ VSS ജീവനക്കാരൻ പോളിന്റെ മരണത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം ഇങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വ്യക്തമാവുന്നത്. ഇത് കലാപത്തിനുള്ള ആഹ്വാനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മാനന്തവാടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുള്ളത്. ഈ എയർ ആംബുലൻസിൽ രോഗിയെ മാറ്റി പിന്നീട് രണ്ടാമതും എമർജൻസി ശസ്ത്രക്രിയയ്ക്ക് കയറ്റിയതായും ഏതെങ്കിലും സംഭവിച്ചാൽ വയനാട് കത്തിക്കണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ സന്ദേശത്തിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കലാപാഹ്വാനത്തിന് ഇപ്പോൾ മാനന്തവാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ കാട്ടാന ആക്രമണത്തിൽ പരുക്കേറ്റ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പോളാണ് 3 മണിക്ക് ശേഷം മരണമടഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകൾ ഇപ്പോൾ ഗുരുതര ആരോപണം ചികിത്സ വേണ്ടത്ര ത്വരിതമായി ലഭിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ആരോപണവുമായി രംഗത്ത് വരുന്നു. നാളെ വയനാട്ടിൽ LDF, UDF, BJP ഹർത്താൽ. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജിക്കിനും കടുത്ത തിരിച്ചടി. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വിലപ്പോകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. തിങ്കളാഴ്ച വാദം പൂർത്തിയാക്കിയ കേസിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന വിധി പറഞ്ഞത്. SFIOയുടെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചാണ് ഹൈക്കോടതി വിധി. പൂർണ്ണമായ വിധിപ്പകർപ്പ് നാളെ ഹൈക്കോടതി സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഹർജി തള്ളുന്നുവെന്ന ഒറ്റവരി വിധിക്കപ്പുറം മറ്റ് നിർദ്ദേശങ്ങളുണ്ടോ എന്ന് നാളെ അറിയാം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. നിയമപരമായി അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. SFIOയുടെ അന്വേഷണത്തിന് എന്തിനാണ് 8 മാസത്തെ കാലപരിധിയെന്നും VD സതീശൻ ചോദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലും കരുവന്നൂർ കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് 2 കൈകളും ശുദ്ധമാണെന്നാണ്, പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്ന്, പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് KSIDC കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി. ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കേസിൽ മറുപടി പറയേണ്ട കാര്യമില്ലെന്നും അതൊക്കെ കമ്പനി നോക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂവെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അത് അവർ കേസ് അതുപോലെ കമ്പനി കൈകാര്യം ചെയ്തോളൂ. ഇല്ല, അത് പിണറായിയായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം നിയമ നടപടികളുമായി എക്സാലോജിക്ക് മുന്നോട്ട് പോയേക്കും. വളരെ വേഗത്തിൽ എക്സാലോജിക്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാവും SFIO ചെയ്യുക. എക്സാലോജിക്കിനും വീണ വിജയനും കനത്ത തിരിച്ചടിയാണ് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധി. തുടർ നടപടികളുമായി എക്സാലോജിക് മുൻപോട്ട് പോകുമ്പോൾ എത്രയും വേഗം എക്സാലോജിക്കിലേക്ക് എത്താനാണ് SFIOയുടെ ശ്രമം.
ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24. മനേഷ് മൂർത്തി തത്സമയം ചേരുന്നുണ്ട്. മനേഷ്, ഒരേ നിയമപ്രകാരം തന്നെ വിവിധ വകുപ്പുകളിലുള്ള അന്വേഷണം സാധ്യമല്ല എന്നത് ചൂണ്ടിക്കാട്ടിയുള്ള വാദമായിരുന്നു വീണയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന മറുവാദം അത് കഴിഞ്ഞ ദിവസം കോടതിയിൽ വിശദമായ വാദം നടക്കുമ്പോൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് കോടതി മുഖവിലക്കെടുത്തിട്ടുണ്ട്. വളരെ ഗൗരവത്തിലുള്ള ഒന്നാണല്ലോ ഈ ഇടക്കാല ഉത്തരവ്. ആ തരത്തിൽ അനുജ, തിങ്കളാഴ്ച ഈ വാദം പൂർത്തിയാക്കുമ്പോൾ എക്സാലോജിക്കിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2 വകുപ്പുകൾ, അതായത് 210 പ്രകാരം ആണ് ഈ പറഞ്ഞ രീതിയിൽ രജിസ്ട്രാറുടെ അന്വേഷണം നടന്നത്. അത് പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അതേ സാഹചര്യത്തിലാണ് SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വരുന്നത് എന്ന കാര്യം പറയുന്നു. മാത്രമല്ല 212 എന്ന് പറയുന്ന വകുപ്പ്, അത് വലിയ തോതിൽ ഈ പറഞ്ഞ UAPA പോലുള്ള വകുപ്പാണ്. അത്തരത്തിൽ വളരെ ഈ പറഞ്ഞ 1,76,00,000 രൂപയുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വലിയ വകുപ്പുകളെല്ലാം ചുമത്തിയുള്ള അന്വേഷണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, നിയമവിരുദ്ധമാണ് എന്നായിരുന്നു പ്രധാനമായും എക്സാലോജിക്ക് വാദിച്ചിരുന്ന കാര്യം. എന്നാൽ അതിനെയെല്ലാം തള്ളുന്ന തരത്തിലായിരുന്നു SFIയുടെ ഒരു വാദഗതി ഉണ്ടായിരുന്നത്. അതിൽ പറഞ്ഞത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 135 കോടി രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് CMRL 135 കോടി രൂപ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു സേവനവും നൽകാതെയാണ് എക്സാലോജിക്ക് ഈ പറഞ്ഞ രീതിയിൽ പണം കൈപ്പറ്റിയിരിക്കുന്നത്. 1,76,00,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ SFIO എന്തായാലും കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ SFIOയുടെ എല്ലാ വാദങ്ങളും കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ചു. ആ നിലയ്ക്ക് ഇനി SFIO നടത്താൻ പോകുന്ന തുടരന്വേഷണം എങ്ങനെയാകും എന്നുള്ളതാണ് വളരെ നിർണായകമാകാൻ പോകുന്നത്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വിമർശകനും മുൻ പ്രതിപക്ഷ നേതാവുമായ അലക്സി നവൽനി ജയിലിൽ മരിച്ച നിലയിൽ. 2021 മുതൽ ആർട്ടിക് ജയിലിൽ തടവിലായിരുന്നു. വിവിധ കേസുകളിലായി 19 വർഷത്തെ തടവിനാണ് അലക്സി നവൽനിയെ ശിക്ഷിച്ചിരുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് PP ജെയിംസ് വിശദാംശങ്ങളുമായി. PP ജെയിംസ്, നമുക്കറിയാം കടുത്ത വിമർശകനായിരുന്നു വ്ളാഡിമിർ പുടിൻ്റേത്. ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന സമയത്തൊക്കെ അതിന് തടയിടുന്നു. വധശ്രമത്തെ അതിജീവിച്ചയാളാണ്. ഇപ്പോൾ തടവിൽ കഴിയുമ്പോൾ പോലും ഈ ഓഗസ്റ്റിൽ കൂടുതൽ തടവിൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്തെല്ലാം അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ നീക്കം എന്ന തരത്തിലേക്കൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വന്നതുമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നു. ക്രെംലിനും ആ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നൊക്കെ വലിയ വിമർശനം റഷ്യക്കെതിരെ, പ്രസിഡന്റിനെതിരെയൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ മരണത്തെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ? അനുജ, ഒരുപക്ഷെ സമീപകാലത്തുണ്ടായിട്ടുള്ള വളരെ ഒരു ദുരന്തം എന്ന് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കടുത്ത ജനാധിപത്യവാദിയായി റഷ്യയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച അലക്സി നവൽനിയാണ് ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം ആർട്ടിക് റീജിയനിലായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നൊരു വലിയ വിമർശനം ആ -30 ഡിഗ്രിയിലൊക്കെയാണ് അദ്ദേഹത്തെ കടത്തുന്നത്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള രോഗങ്ങൾ വന്നു. അതിനു മുമ്പ് തന്നെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, 2020 സൈബീരിയയിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് നോവിച്ചോക്ക് എന്ന സോവിയറ്റ് കാലത്തെ വിഷം കുത്തിവെച്ചു. അദ്ദേഹം അബോധാവസ്ഥയിലായി ജർമ്മനിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ കൊണ്ടുപോയി. അവിടെ 3 മാസം കിടന്നാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ പരസ്യമായിട്ട് അവരുടെ ഏജന്റുമാരെ വിട്ട് കൊല്ലാൻ ശ്രമിച്ച നവൽനിയെ അദ്ദേഹത്തോട് ജർമ്മനിയിൽ നിന്ന് റഷ്യയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വന്നു. പക്ഷേ വിമാനത്തിൽ വെച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിച്ചില്ല. കാരണം കോടിക്കണക്കിന് ആരാധകരുണ്ട് അദ്ദേഹത്തിന്. ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാർച്ചിൽ ഇലക്ഷന് മത്സരിക്കാൻ തയ്യാറായി നിൽക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭീതി അലക്സി നവൽനി എന്ന ജനാധിപത്യവാദിയായ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ എന്ന നിലയിലാണ് ഇപ്പോൾ അലക്സി നവൽനിയുടെ പക്ഷത്തു നിന്നുള്ള അവരുടെ ജനാധിപത്യവാദികൾ, ഫ്യൂച്ചർ ഓഫ് റഷ്യ എന്ന പാർട്ടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്, മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ വിമർശനങ്ങൾ ഉയരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് നടത്തിയൊരു പ്രസ്താവന പോലും ശ്രദ്ധിക്കേണ്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ട്രംപിനേക്കാൾ മിടുക്കൻ എന്നുള്ള രീതിയിലൊക്കെ അമേരിക്ക വലിയ ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടാക്കും എന്ന് ഭയപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ നൊബേൽ പീസ് പ്രൈസിന് അവസാന ലിസ്റ്റിൽ വന്ന ആളാണ് അലക്സി നവൽനി. അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരികയും അത് സംബന്ധിച്ച് റിയൽ എസ്റ്റേറ്റ് അടക്കം 7.5 ലക്ഷം കോടിയുടെ അദ്ദേഹത്തിന് സമ്പാദ്യമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു കൊണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്. പുറത്തു വരാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ കാണിച്ചില്ല. അദ്ദേഹം ലവ് ചിഹ്നം കാണിച്ചുകൊണ്ടാണ് ഭാര്യയോട് മറുപടി പറഞ്ഞത്. ഏറ്റവും അവസാനം ആർട്ടിക് ജയിലിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഏറ്റവും അവസാനമായി അദ്ദേഹം സംസാരിച്ചത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ക്രിസ്മസിനെ
മെയിലുകളൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ 1900 കിലോമീറ്റർ റഷ്യയിൽ നിന്ന് അകലെയാണ്. അതുകൊണ്ടായിരിക്കും ക്രിസ്മസ് മെയിലുകളൊന്നും കിട്ടാതെ പോയത്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയ ഇത് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലിലാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വല്ലാത്ത രീതിയിലുള്ള എതിർപ്പും പ്രതിഷേധവും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അനുജ. ശരി, പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. റഷ്യയിലെ കടുത്ത വിമർശകനായിരുന്നു വ്ളാദിമിർ പുടിന്റെ കടുത്ത വിമർശകൻ അലക്സി നവൽനി ജയിലിൽ മരണമടഞ്ഞു എന്നുള്ള വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. പൊതു തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് CPIM പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. സിറ്റിംഗ് MLA-മാരും മന്ത്രിമാരും വരെ പരിഗണനയിലുണ്ട്. ഈ മാസം 27-ന് CPIM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് സൂചന. മുസ്ലിം ലീഗുമായുള്ള കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ എങ്ങും എത്തിയില്ല. ഷഫീദ് റാവുത്തറും ടോബി ജോൺസണും വിവരങ്ങളുമായി. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇപ്പോൾ പ്രാഥമിക ചർച്ചകളൊക്കെ നടക്കുകയാണ് CPIM സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ. അതിൽ മുതിർന്ന നേതാക്കൾ, നിലവിലെ മന്ത്രിമാരുടെ വരെ പേരുകൾ കേൾക്കുന്നുണ്ട്. അതിന്മേലൊക്കെയുള്ള ചർച്ചകൾ, രാധാകൃഷ്ണന്റെ പേരൊക്കെ വരുന്നു. എന്നാൽ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നതായുള്ള റിപ്പോർട്ടുകളൊക്കെ. ഏതായാലും നാളെയുമൊക്കെ ജില്ലാ യോഗങ്ങൾ നടക്കാനിരിക്കുന്നു, സംസ്ഥാന കമ്മിറ്റി ചേരാനിരിക്കുന്നു. അതിനുശേഷം 27-ന് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് വിവരങ്ങൾ. അനുജ, മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളെ അടക്കം പരിഗണിച്ചുകൊണ്ട് പുതിയൊരു പരീക്ഷണമാണ് CPIM ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില MLA-മാരെ അടക്കം ഇറക്കിയുള്ള ഒരു പരീക്ഷണത്തിന് CPIM നേതൃത്വം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായിട്ടാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ മണ്ഡലങ്ങളിൽ, നമ്മൾ ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ഇവരെയൊക്കെയാണ് പരിഗണിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആറ്റിങ്ങലിൽ വർക്കല MLA B. ജോയിയുടെ പേര് മാത്രമാണ് പരിഗണിച്ചത്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP ആയ AM ആരിഫ് മത്സരിച്ചേക്കും. അതേപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായവും, അവിടെ ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിച്ചേരുക. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് വന്നേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. പാലക്കാട് A. വിജയരാഘവനാണ് സാധ്യത കൂടുതലെങ്കിലും M. സ്വരാജിന്റെ പേരുകളും ചർച്ചയിൽ ഉയർന്നു. ആലത്തൂരിലാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനെ മത്സരിപ്പിക്കണമെന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ആഗ്രഹം. പക്ഷേ മത്സരിക്കാൻ താല്പര്യം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ K. രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. AK ബാലനും PK ജമീൽ എന്നിവരുടെ പേരുകളും ആലത്തൂരിൽ ചർച്ചയായി ഉയരുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് എളമരം കരീം മത്സരിച്ചേക്കും. കണ്ണൂരിലും വടകരയിലും KK ശൈലജ ടീച്ചറുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പേരും സജീവമാണ്. കാസർഗോഡ് TV രാജേഷിനാണ് സാധ്യത കൂടുതൽ. പൊന്നാനിയിൽ KT ജലീലിന്റെ പേര് സജീവ ചർച്ചയാണ്. മന്ത്രി V. അബ്ദുറഹ്മാനെ പരിഗണിച്ചെങ്കിലും താല്പര്യമില്ലെന്ന് അറിയിച്ചതായിട്ടാണ് വിവരം. മലപ്പുറത്ത് VP സാനുവിന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും വന്നേക്കും. ചാലക്കുടിയിൽ മുൻമന്ത്രി C. രവീന്ദ്രനാഥിന്റെ പേരാണ് പാർട്ടി പരിഗണിക്കുന്നത്. എറണാകുളത്ത് ഒരു പൊതുസ്വതന്ത്രനും മത്സരിച്ചേക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നാളെയും മറ്റന്നാളും CPIM-ന്റെ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തും. 21-ന് സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്യും. അതിനുശേഷം പാർലമെന്റ് കമ്മിറ്റികൾക്ക് വിടും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി ഈ മാസം 27-ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് CPIM-ന്റെ തീരുമാനം. അനുജ. ശരി, ഇനിയിപ്പോൾ കോട്ടയത്തേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി ആര് എന്നത് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് വാർത്ത. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഇതിനോടകം തന്നെ LDF സംസ്ഥാനത്ത് തന്നെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന നിലയ്ക്ക് തോമസ് ചാഴികാടന്റെ പേര് പറഞ്ഞിരുന്നു. അദ്ദേഹം പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് ആകും UDF-ന്റെ സ്ഥാനാർത്ഥി എന്നത് നമുക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടോ? NDA-യുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരൊക്കെ കേട്ടിരുന്നല്ലോ. അനുജ, തീർച്ചയായിട്ടും LDF ഒരുപടി മുന്നിൽ എത്തിയിരിക്കുന്നു കോട്ടയത്ത്. അതായത് നേരത്തെ തന്നെ കഴിഞ്ഞ 12-ാം തീയതി തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ രംഗത്തേക്ക് തോമസ് ചാഴിക്കാടിന് തന്നെ ഒരവസരം കൂടി കൊടുത്തുകൊണ്ട് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റ് രണ്ട് മുന്നണികൾക്കും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ 11 മണിക്ക്, കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-മായി ചർച്ച നടന്നിരുന്നു. മുസ്ലിം ലീഗുമായിട്ടുള്ള തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ, സീറ്റ് ചർച്ചകൾ തുടരുന്നത് കൊണ്ട് തന്നെ കേരള കോൺഗ്രസ് കാര്യത്തിൽ ഒരു തീരുമാനം UDF എടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തിയിരിക്കുന്നു. UDF-ൽ നിന്നും കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റ് എന്നുള്ള ഒരു ധാരണ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളെ 11 മണിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. കോട്ടയത്ത് വെച്ച് PJ ജോസഫ് തന്നെയാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. എന്തായാലും പല പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതിലേറ്റവും പ്രധാനമായി, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ സാധ്യതാ പട്ടികയിൽ അവസാനമായി എത്തി നിൽക്കുന്നത് ഫ്രാൻസിസ് ജോർജ് തന്നെയാണ്. ഫ്രാൻസിസ് ജോർജിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ
കൽപ്പിക്കപ്പെടുന്നത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നാളെ പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. കെ എം മാണിയുടെ മരുമകൻ MP ജോസഫ്, PC തോമസ് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ സ്ഥാനാർത്ഥിയാകുന്നതിന് വേണ്ടിയുള്ള അവരുടെ മോഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അവസാനം കോൺഗ്രസിന്റെ ഒരു സമ്മർദ്ദം കൂടി ഇതിന്റെ അകത്തുണ്ട്. ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കോട്ടയത്ത് മത്സരിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. PJ ജോസഫോ അല്ലെങ്കിൽ മോൻസ് ജോസഫോ മത്സരിക്കണമെന്നായിരുന്നു. ഇരുവരും മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് അടുത്ത സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് വരണമെന്നുള്ളൊരു ആവശ്യം കോൺഗ്രസിൽ നിന്നും ഉയർന്നു വന്നത്. അങ്ങനെ ഫ്രാൻസിസ് ജോർജിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എന്നിരുന്നാൽ പോലും PJ ജോസഫാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യമായിരിക്കും നാളെ പുറത്തു വരിക. BDJSന്റെ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. NDAയിൽ ഇത്തവണ BDJത്തിന് സീറ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് സീറ്റ് വേണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി വരുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നു. CPIMന്റെ 27-ന് അന്തിമ പട്ടിക പ്രഖ്യാപിക്കും. UDFൽ കോട്ടയത്തെ സ്ഥാനാർത്ഥി ആര് എന്നതിൽ നാളെ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.